കൊച്ചി തൈക്കുടത്ത് മാതാവിനെ വീടിന് വെളിയിലാക്കി വീട് പൂട്ടി മകൾ മുങ്ങി. RDOയുടെ ഉത്തരവുണ്ടായിട്ടും വീട് തുറന്നുകൊടുക്കാൻ മരട് പോലീസ് തയ്യാറാവുന്നില്ല എന്ന ആക്ഷേപവും ഉയരുകയാണ്. വൃദ്ധ വീടിന് പുറത്ത് തുടരുകയാണ്. തൈക്കുടം സ്വദേശിനി സരോജിനിയാണ് പുറത്താക്കി മകൾ ജിജോ വീട് പൂട്ടിയത്. എബിൻ ജോസ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. എബിൻ, മണിക്കൂറുകൾ പിന്നിടുന്നു. എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഈ ഘട്ടത്തിൽ ഉണ്ടാവുന്നുണ്ടോ എബിൻ? നിലവിൽ ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല. അമ്മ വീടിന് വെളിയിൽ തന്നെ തുടരുകയാണ്. നാട്ടുകാരടക്കമാണ് ഇപ്പോൾ അമ്മയ്ക്കൊപ്പമുള്ളത്. ഈ അമ്മയ്ക്കൊപ്പം ഇന്ന് രാത്രി മുഴുവൻ കഴിയുമെന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. ഈ വീട് തുറന്നു കൊടുക്കാതെ ഇവിടെ നിന്ന് പിന്മാറില്ല എന്നാണ് പറയുന്നത്. പോലീസ് ഈ മകളെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ലഭിച്ചില്ല. ഏതായാലും പരിസരവാസികളാണ് ഈ അമ്മയ്ക്ക് ഇപ്പോൾ ഭക്ഷണം അടക്കം കൊടുത്തത്. അമ്മ ഇപ്പോഴും ഇവിടെ തുടരുകയാണ്. ഈ രാത്രിയും ഏതായാലും ഈ നിലവിൽ RDOയുടെ ഉത്തരവുള്ളതാണ്. ആ ഉത്തരവ് കൃത്യമായി നടപ്പാക്കാതെ പിന്നോട്ടില്ല എന്നാണ് അമ്മയും പറയുന്നത്. അതോടൊപ്പം തന്നെ ജനപ്രതിനിധികളടക്കം ഉമാ തോമസ് MLA അടക്കമുള്ള ആളുകളും ഇപ്പോഴും അമ്മയ്ക്കൊപ്പം തുടരുകയാണ്. പരിസരവാസികൾ ഈ വീടിൻ്റെ തിണ്ണയിലൊരു പായ വിരിച്ചായിരുന്നു ഇത്ര നേരം അമ്മ ഇവിടെ കിടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും മകളെ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ട് കിട്ടിയിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. ഇരു കക്ഷികളെയും കൂട്ടിയിരുത്തി ഒരു ചർച്ച നടത്തിയതിനു ശേഷം ഇതിൽ കൃത്യമായി തീരുമാനം പറയാമെന്നുള്ള കാര്യവും സബ് കളക്ടർ അടക്കം അറിയിച്ചു. എങ്കിൽ പോലും നിലവിലെ ഉത്തരവ് പ്രകാരം അമ്മയ്ക്ക് വീട് തുറന്നു തരണമെന്ന് തന്നെയാണ് അമ്മ പറയുന്നത്. അമ്മ ഇന്നും ഇവിടെ തുടരാൻ വേണ്ടിയിട്ടാണ്? എനിക്ക് ഇവിടെ തുറന്നാൽ മതി, ഇവിടെ കിടന്നാൽ മതി. എൻ്റെ വീടാണ് മോനെ, എനിക്ക് ഇവിടെ കിടക്കണം. എൻ്റെ അച്ഛനും അമ്മയും ഇവിടെ കിടന്നാൽ മരിച്ചു, അതുപോലെ എനിക്ക് ഇവിടെ കിടന്ന് മരിക്കണം. എൻ്റെ വീടാണിത്. ഇന്ന് തന്നെ തുറന്നു തരണം. തുറന്നു തന്നെ, അല്ലെങ്കിൽ പിന്നെ നാളെ ഇന്ന് ഞാൻ അവിടെ കിടക്കും, ഈ റോട്ടിൽ കിടക്കുക. എനിക്ക് പേടിയാവൂല. എനിക്ക് ഈ പിറക്കാൻ തുറന്നു തന്നെ, എന്തായാലും എനിക്ക് തുറന്നു തന്നെ. അതാണ് അമ്മ പറയുന്നത്. സരോജിനി അമ്മ പറയുന്നത് അമ്മയ്ക്ക് കൃത്യമായ RDOയുടെ ഉത്തരവുള്ളതാണ്. ആ ഉത്തരവ് കൃത്യമായി നടപ്പിലാക്കി തരണമെന്ന് തന്നെയാണ് പറയുന്നത്. നാട്ടുകാരടക്കം അത് തന്നെയാണ് ഉന്നയിക്കുന്നത്. പോലീസ് പറയുന്നത് മകളെ ബന്ധപ്പെടാൻ ശ്രമിച്ചതാണ്, പക്ഷെ അത് ലഭിച്ചില്ല. സബ് കളക്ടറെ ബന്ധപ്പെട്ടപ്പോൾ നാളെ കൃത്യമായി ഇരു കക്ഷികളെയും കൂട്ടിയിരുത്തി ഒരു ചർച്ച നടത്തിയതിനു ശേഷം തുറന്നു കൊടുക്കാമെന്നുള്ള നിലപാട് പറയുന്നു. ഏതായാലും ആ നിലപാടിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. നാട്ടുകാർക്ക് അവർ ഈ അമ്മയ്ക്കൊപ്പം തന്നെ നിലനിൽക്കുന്നു. അമ്മയെ എത്ര രാത്രിയായാലും ഈ വീട്ടിൽ കയറ്റി കിടത്തുമെന്നുള്ളത് തന്നെയാണ് അവർ പറയുന്നത്. ഏതായാലും അമ്മ ഇപ്പോഴും തുടരുകയാണ്. ശരി, എബിൻ ജോസ് വിവരങ്ങൾ നൽകുകയായിരുന്നു. തൈക്കുടത്ത് മാതാവിനെ വീടിന് വെളിയിലാക്കി വീട് പൂട്ടി മകൾ പോവുകയായിരുന്നു. ഇപ്പോഴും ആ വീടിന് പുറത്ത് തുടരുകയാണ് ആ വൃദ്ധ മാതാവ്. യാതൊരു തരത്തിലുള്ള പരിഹാരവും ആ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടില്ല. എബിൻ ജോസ് വിവരങ്ങൾ നൽകുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.